കേരളത്തിലെ ഏറ്റവും അപകടകരവും എന്നാൽ ഭംഗിയുള്ളതുമായ വനപാതയിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. കൊല്ലം ജില്ലയിലെ പത്തനാപുരം താലൂക്കിലുള്ള ഒരു കുഞ്ഞു ഗ്രാമമായ അച്ചൻകോവിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. പുനലൂരിൽ നിന്ന് അലിമുക്ക് വഴിയാണ് അച്ചൻകോവിൽ കാടിനുള്ളിലേക്ക് യാത്ര തുടങ്ങിയത്. പോകും വഴിയിൽ നല്ല കോടയും ഒരു ചെറിയ മഴയൊക്കെ ഉള്ള ഒരു സമയമായിരുന്നു അത്. മലമ്പണ്ടാരങ്ങൾ എന്നറിയപ്പെടുന്ന ഗിരിവർഗ്ഗക്കാരുടെ കേന്ദ്രമായ അച്ചൻകോവിൽ തെന്മല പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രധാന ആകർഷണം അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം തന്നെയാണ്. പാമ്പുകടിയേറ്റവർക്ക് ക്ഷേത്രത്തിലെ തീർത്ഥം മരുന്നായി നൽകാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. റബ്ബറും തോട്ടത്തിൽ കുറെ കാട്ടുപന്നികൾ നിൽക്കുന്നതായിരുന്നു ആദ്യം കണ്ടത്. വരും വഴിയിൽ ആനയെ കാണാം എന്നൊക്കെയായിരുന്നു ഞാൻ കരുതിയിരുന്നത്. എന്നാൽ ആന ഇറങ്ങുന്ന സ്ഥലം എന്ന ബോർഡ് മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. അച്ചൻകോവിൽ ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ട ശേഷം ഞങ്ങൾ അവിടെ നേരെ പോയി തെങ്കാശി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തിരുമലയിൽ കോവിലേക്ക്. കേരള അതിർത്തിയോട് ചേർന്ന് പശ്ചിമഘട്ടത്താൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ കുന്നിൻ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പുഷ്പ എന്ന സിനിമയിലൂടെ എല്ലാവർക്കും സുപരിചിതമായ ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. ഇവിടുത്തെ കുറച്ച് വിഷ്വൽസ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. കോവിലിലെ കൊത്തുപണികളെല്ലാം അതിമനോഹരമായിരുന്നു. പുഷ്പ സിനിമയിലെ കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്ത തിരുമലൈ കോവിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം, മലമുകളിൽ വരെ നിങ്ങൾക്ക് വണ്ടിയിൽ വരാൻ പറ്റുന്നതാണ്. ബൈക്കിന് 20 രൂപയും കാറിന് 50 രൂപയായിരിക്കും ഫീ ആയിട്ട് എടുക്കുന്നത്. പാലക്കാടിലെ കൊല്ലങ്കോടിനോട് സാമ്യം തോന്നുന്ന തരത്തിലുള്ള വയലുകളും മലകളും ഉള്ളൊരു മനോഹരമായ ഗ്രാമമായിരുന്നു മേക്കര. ഇവിടെ എത്തിയപ്പോഴാണ് പനന്നുങ്ക് വിൽക്കുന്ന ഒരു ചേട്ടനെ കണ്ടുമുട്ടിയത്. തമിഴ്നാട്ടിലേക്ക് യാത്ര പോയവരാണ് നിങ്ങളെങ്കിൽ ഇത് എന്തായാലും കഴിച്ചിട്ടുണ്ടാവും. കൂട്ടത്തിൽ പുള്ളിയുടെ കുറച്ച് നല്ല ചിത്രങ്ങൾ എടുക്കാൻ സാധിച്ചു. അത് കാണാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഫോട്ടോഗ്രാഫി പേജ് താഴെ മെൻഷൻ ചെയ്തേക്കാം. കുറേ നാൾ കൂടിയിരുന്ന് കഴിക്കുന്നതുകൊണ്ടാവണം സംഭവം ഒരു രക്ഷയില്ലായിരുന്നു. കൊതിയുണ്ടെന്ന് കരുതി വില ചോദിക്കാതെ കഴിക്കാൻ നിൽക്കരുത്. അബദ്ധം പറ്റിയത് കൊണ്ടാണ് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അങ്ങനെ ഞങ്ങളുടെ യാത്ര തെന്മലയിലെ 13 കണ്ടറ പാലം വഴി പുനലൂർ തൂക്കുപാലവും കഴിഞ്ഞ് വീട്ടിലേക്ക്.